ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിലെത്തും. ഭുവനേശ്വർ എയിംസിന്റെ 5ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 പേരടങ്ങുന്ന ആക്സിയം 4 ദൌത്യസംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആശയ കൈമാറ്റത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ വീണ്ടും നിപ മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പങ്കാളിയുടെ അറിവില്ലാതെ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം വിവാഹവുമായി ബന്ധപ്പെട്ട കേസുകളിൽ തെളിവായി ഉപയോഗിക്കാമെന്ന് സുപ്രീം കോടതി. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം സ്വന്തമാക്കാൻ ഇന്ത്യയ്ക്ക് ഇനി വേണ്ടത് 135 റൺസ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിലെത്തും. ഭുവനേശ്വർ എയിംസിന്റെ 5ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ കട്ടക്കിലെ രാവൺ ഷാ സർവകലാശാലയുടെ 13ാം ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുർമു പങ്കെടുക്കും. സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തുറന്ന കാഴ്ചപ്പാടുകളുടെയും ആശയങ്ങളുടെയും കൈമാറ്റത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബീജിംഗിൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ചെങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നത് പരസ്പരം പ്രയോജനം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെട്ടു വരികയാണെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. Bilateral relationship has been steadily improving since the meeting of Prime Minister Modi and President Xi Jinping in Kazan last October. I am confident that my discussions on this visit will maintain that positive trajectory. We have marked the 75th anniversary of the establishment of our diplomatic relations. The resumption of the Kailash Mansarovar Yatra is also widely appreciated in India. Continued normalization of our ties can produce mutually beneficial outcomes. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 പേരടങ്ങുന്ന ആക്സിയം 4 ദൌത്യസംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. 14 ദിവസത്തെ ദൌത്യത്തിന് ശേഷമാണ് സംഘം മടങ്ങുന്നത്. ഇന്ന് വൈകിട്ട് 4:30 അൺഡോക്കിംഗ് നടപടികൾ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. നാളെ വൈകുന്നേരത്തോടെ ഭൂമിയിലെത്തും. തുടർന്ന് 7 ദിവസം 4 ബഹിരാകാശ സഞ്ചാരികളും പ്രത്യേക നിരീക്ഷണത്തിൽ കഴിയും. മടക്കയാത്രയ്ക്ക് മുന്നോടിയായി ശുഭാൻഷു ശുക്ലയ്ക്കും മറ്റ് യാത്രികർക്കും ബഹിരാകാശ നിലയത്തിൽ യാത്രയയപ്പ് നൽകി. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ പ്രതീക്ഷാ നിർഭരമായ രാജ്യമായി കാണപ്പെടുന്നതായി ശുഭാൻഷു പറഞ്ഞു. 1984 ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാൻഷു. It has been an incredible journey. I did not imagine all this when I started on Falcon 9 on 25th. The team that is standing behind me, you guys have made it really special for us being here on the station. It was an incredible joy to be here and working alongside with a bunch of professionals like you. Over the past 2.5 weeks or so, we have done a lot of science on the station. We have done outreach activities and also looked back at the earth whatever time we found. I would like to thank my country and all their citizens for supporting this mission. പങ്കാളിയുടെ അറിവില്ലാതെ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം വിവാഹവുമായി ബന്ധപ്പെട്ട കേസുകളിൽ തെളിവായി ഉപയോഗിക്കാമെന്ന് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്ത് വിവാഹമോചന കേസിന് തെളിവായി ഉപയോഗിച്ചത് സ്വകാര്യതയുടെ മൌലിക അവകാശത്തിന്റെ ലംഘനമാണെന്നുള്ള പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. നൈജീരിയയുടെ മുൻ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരിയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ മുഹമ്മദ് ബുഹാരി ഏറെ പ്രതിബദ്ധത പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ലണ്ടനിൽ ചികിത്സയിലിരിക്കെയാണ് ബുഹാരി അന്തരിച്ചത്. 2015 മുതൽ 2023 വരെ നൈജീരിയയുടെ പ്രസിഡന്റായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
തെന്നിന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന മുൻകാല നായിക ബി സരോജാദേവി വിടവാങ്ങി. 87 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമ ജീവിതം നയിച്ചിരുന്ന സരോജാദേവിയെ ബംഗളൂരുവിലെ മല്ലേശ്വരത്തുള്ള വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി 200ഓളം ചിത്രങ്ങളിൽ സരോജാദേവി അഭിനയിച്ചു. തുടർച്ചയായി 161 ചിത്രങ്ങളിൽ നായികാവേഷം ചെയ്തു. പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ചു. പാലക്കാട് ജില്ലയിൽ വീണ്ടും നിപ മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മണ്ണാർക്കാട് നഗരസഭയിലെയും കുമരംപുത്തൂർ, കാരക്കുരിശി, കരിമ്പുഴ പഞ്ചായത്തുകളിലെയും 17 വാർഡുകൾ ജില്ലാ കളക്ടർ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. മരിച്ചയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള 46 പേരെ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് റൂട്ട് മാപ്പും ഫാമിലി ട്രീയും തയ്യാറാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ജില്ലയിൽ നിലവിൽ 219 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. നേരത്തെ നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ ഇല്ലാത്ത വ്യക്തിക്കാണ് പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതേസമയം ആദ്യം നിപ്പ സ്ഥിരീകരിച്ച തച്ചനാട്ടുകര കിഴക്കമ്പുറം ഭാഗത്ത് വവ്വാലുകളെ പിടികൂടി പരിശോധിക്കുന്നത് ഇന്നും തുടരും. പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 57കാരൻ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി. 46 പേരാണ് പട്ടികയിലുള്ളത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സ്ഥിരീകരണം ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികൾ സ്വീകരിക്കും. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലയിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ടെഹ്റാനിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ യോഗത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന് നിസാര പരിക്കേറ്റതായി ഇറാൻ പ്രസ്താവനയിൽ അറിയിച്ചു. സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആക്രമണമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. കഴിഞ്ഞ മാസം 15-നായിരുന്നു വ്യോമാക്രമണം നടന്നത്. ആന്ധ്രാപ്രദേശിലെ അന്നമയ ജില്ലയിൽ ഇന്നലെ രാത്രി ഉണ്ടായ വാഹന അപകടത്തിൽ 9 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. രാജംപേട്ടിൽ നിന്ന് റെയിൽവേ കോഡൂർ മാർക്കറ്റിലേക്ക് മാമ്പഴം കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ രാജംപേട്ട സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ജയിക്കാൻ ഇന്ത്യയ്ക്ക് ഇനി വേണ്ടത് 135 റൺസ്. 4 വിക്കറ്റ് നഷ്ടത്തിൽ 58 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ലോർഡ്സ് ടെസ്റ്റിലെ അവസാന ദിനമായ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കും. ഇംഗ്ലണ്ട് 2ാം ഇന്നിംഗ്സിൽ ഉയർത്തിയ 193 റൺസ് എന്ന വിജയലക്ഷ്യമാണ് ഇന്ത്യയ്ക്ക് മറികടക്കേണ്ടത്. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടന്ന അണ്ടർ 20 ഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി ഇന്ത്യ. 2 സ്വർണവും 1 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ ആകെ 157 പോയിന്റാണ് ഇന്ത്യയുടെ നേട്ടം. ചാമ്പ്യൻഷിപ്പ് കിരീടം ഇറാൻ സ്വന്തമാക്കി. എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമായി ഇന്ത്യയ്ക്ക് 10 സ്വർണം ഉൾപ്പെടെ 21 മെഡലുകളാണ് ഉള്ളത്. മധ്യപ്രദേശ്, ഗോവ, കേരളം, തീരദേശ കർണാടക, ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ഹിമാചൽ പ്രദേശിലെ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കാംഗ്ര, സിർമൌർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മാണ്ഡി, ഷിംല, സോളർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് മേഖലയിൽ സർക്കാരിന്റെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി ഏജൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 28 ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. ന്യൂഡൽഹിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ ഗുരുഗ്രാമിൽ തന്റെ കമ്പനി ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട മറ്റൊരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും വാദ്രെ ED ചോദ്യം ചെയ്തിരുന്നു. ചെന്നൈക്കും ആരക്കോണത്തിനും ഇടയിലുള്ള റെയിൽ ഗതാഗതം ഇന്ന് പുനഃസ്ഥാപിച്ചു. എണ്ണൂരിൽ നിന്ന് വാലാജനബാദിലേക്കുള്ള ചരക്ക് ട്രെയിനിന്റെ ഡീസൽ ട്രക്കിന് തീപിടിച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിലെത്തും. ഭുവനേശ്വർ എയിംസിന്റെ 5ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഉൾപ്പെടെ 4 പേരടങ്ങുന്ന ആക്സിയം 4 ദൌത്യസംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആശയ കൈമാറ്റത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ വീണ്ടും നിപ മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പങ്കാളിയുടെ അറിവില്ലാതെ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം വിവാഹവുമായി ബന്ധപ്പെട്ട കേസുകളിൽ തെളിവായി ഉപയോഗിക്കാമെന്ന് സുപ്രീം കോടതി. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം സ്വന്തമാക്കാൻ ഇന്ത്യയ്ക്ക് ഇനി വേണ്ടത് 135 റൺസ്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.